മരം പാറയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ട് ഇതൊരു മരമായിരുന്നു, ഇത് കണ്ടോ. പക്ഷേ ഇപ്പം ഇതൊരു കല്ലാണ്. ഇവിടുത്തെ ഈ എന്താ പറയുക, പ്രകൃതിയുടെ മാറ്റങ്ങൾ അനുസരിച്ചത് മാറുന്നതാണ്. ഇത് കണ്ടോ, അടുത്ത് കാണുമ്പോൾ തന്നെ കണ്ടോ മരത്തിൻ്റെ തൊലിയായത്. പക്ഷേ ഇതിപ്പോൾ കല്ലാണ്. അത് കണ്ടോ, അതിൻ്റെ ആ തൊലി പൊളിഞ്ഞ് കണ്ടോ. ഇതൊരു മരമാണ്, ഒരു മരം വീണതാണ്. പക്ഷേ അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് ഈ ഭൂപ്രകൃതിയുടെ ഇതനുസരിച്ച് അത് മാറി കല്ലായിട്ട് രൂപപ്പെട്ടിരിക്കുക. ഈ ഏരിയയിൽ അങ്ങനെ ഒത്തിരി ഉണ്ട് ഇങ്ങനെ. ഇത് കണ്ടോ, വേറെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മരക്കഷ്ണങ്ങൾ കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇത് കണ്ടോ, മരക്കഷ്ണങ്ങളാണ്. പക്ഷെ ഇതൊന്നും മരക്കഷ്ണങ്ങളല്ല, ഇതെല്ലാം പാറയാണ്. കണ്ടോ കണ്ടോ, ഇത് കണ്ടോ കണ്ടോ, മരക്കുറ്റി കിടക്കുന്ന പോലെ തോന്നും. പാറ. ഇതുണ്ടോ, ഈ കിടക്കുന്ന ഒന്നും മരക്കുറ്റികളല്ല, മരക്കഷ്ണങ്ങളായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ഇതിനാലൊന്നും മരക്കഷ്ണങ്ങളല്ല, ഇതെല്ലാം പാറകളാണ് കേട്ടോ. ഉണ്ടോ, പ്രകൃതിയുടെ ഓരോരോ അതിശയങ്ങളെ ഉണ്ടോ. ഒരൊറ്റ മലയാണിത്. മലയെന്ന് പറഞ്ഞാൽ ആ മണ്ണ് ഒരു കൂമ്പാരമാണ്. പക്ഷേ ആ മണ്ണിന്റെ നിറത്തിലെ വ്യത്യാസങ്ങൾ കണ്ടോ. ഇവിടെ എത്തുമ്പോൾ ചുവപ്പിലെ നിറം മഞ്ഞ കലരുന്നു, കറുപ്പാകുന്നു, മഞ്ഞ, കറുപ്പ് കണ്ടോ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ ചുവപ്പ്. മണ്ണുകളുടെ ആ ഒരു വ്യത്യാസം. ഉടാനുകൂടി വർഷങ്ങൾക്ക് മുൻപ് വീണ് ഒരു മരമാണിത്. ആ മരം ഇങ്ങനെ നിലത്ത് കിടന്ന് രാസപ്രവർത്തനങ്ങളുടെയൊക്കെ കടന്നുപോയി അത് പാറയായി മാറിയ ഒരു അത്ഭുതമായി കാണുന്നത്. ഇത് ഏകദേശം 30 മീറ്ററോളം നമുക്ക് ഭൂമിക്ക് പുറത്ത് കാണാം. ഇതകത്തോട്ട് എത്രത്തോളം വലുതാണെന്ന് അറിയത്തില്ല. വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതിയാണിത്. ഇപ്പോഴും ഇതിൻ്റെ പേര് പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കത് കുഴിക്കാനായിട്ടും അങ്ങനെ പ്രകൃതിയുടെ ആ ഒരു സ്വാഭാവിക ഘടനയെ നഷ്ടപ്പെടുത്താനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവര് ഇതെത്രത്തോളം നീളമുള്ളതാണെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. തനി മരം, പക്ഷെ അത് പാറയായിട്ട് മാറുന്നുണ്ട്. മരത്തിന്റെ തൊലി പോലും ചില സ്ഥലങ്ങളിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇതങ്ങ് കഴിഞ്ഞിട്ടില്ല, ഇതിങ്ങനെ കിടക്കുകയാണ്. ഇതിന്റെ അറ്റം ഒന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത് കണ്ടോ, ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു പക്ഷേ ഇത് കഴുകിയതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇതാ ഇത് കണ്ടോ, ഇത് കണ്ടോ, അതിന്റെ ബാക്കിയാണ്. ആ മരം തന്നെയാണ് ഈ പോരുന്നത്. ഇത് കണ്ടോ, ഇവിടെ എത്തുമ്പോൾ പിന്നെ ഭൂമിയിൽ കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഇത് പൊങ്ങി വരുന്നത് ഇവിടെയാണ്. ഇത് കണ്ടോ, ഇനി കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ കിടക്കണം കേട്ടോ. ഇവിടം വരെ ഇതിങ്ങനെ കിടക്കുന്നു. ഇനി അത് പോവാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഉള്ളിലോട്ട് കിടക്കുകയാണ്. ഇത് എത്രത്തോളം പോയിട്ടുണ്ട് എന്നൊന്നും അറിയത്തില്ല. പ്രകൃതി തന്നെ അത് മണ്ണുകൾ മാറി ഇത് ഇത്രയും തന്നെത്താൻ അത് പൊങ്ങി വന്നതാണ്. ഇങ്ങനെ വന്നതാണ്. അതുപോലെ ഇവിടുത്തെ മണ്ണുകളും അത് പോയി തന്നെത്താൻ വരട്ടെ എന്നുള്ള രീതിയിലാണ് പ്രകൃതി സ്വയമായിട്ടത് സംഭവിക്കട്ടെ എന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഇവര്. അങ്ങനെ ഇത് വണ്ടി ഓടിക്കുമ്പോ മിണ്ടല്ലെന്നാ വർക്കിച്ചൻ പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കോ. ഭാരതമാതാ കീ ജയ്. വിശാല നാട്ടിൽ 2 വീലറുകൾ വെയിലും മഴയും കൊണ്ട് നടന്ന കൊച്ചിന് ഇപ്പൊ കണ്ടോ കാറിലൊക്കെ നടക്കുന്നത്. കാലം മാറ്റമേ. അതും ചെറിയ സ്പീഡിലൊക്കെയാ പോകുന്നത്. ആഫ്രിക്കയുടെ വിശാലതകൾ കൂടി പ്രേക്ഷകരുടെ എന്താ പറയാ കണ്ണുകളിലേക്ക് എത്തിക്കും. സത്യമായിട്ടും ജീവിതത്തിൽ ഒരിക്കലും സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ് ആഫ്രിക്ക. ഒരു മാറ്റമില്ല കാര്യത്തിൽ.
ഒരു വെറൈറ്റി സൂത്രം കാണിച്ചു തരാവേ. ഞങ്ങൾ വലിയൊരു കാട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ കാടിന് നടുക്കൂടെ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോവാം. നമ്മൾ പാസ് എടുക്കണം. ഇപ്പം അങ്ങനെ ഒത്തിരി മൃഗങ്ങളെയൊക്കെ കാണാം. അപ്പോൾ കാടിന് നടുക്ക് നമുക്ക് ഫ്രഷ് ആകാനായിട്ടുള്ള ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നുമില്ല. വേറെ ഒക്കെ കുരങ്ങന്മാർക്ക് ഇങ്ങനത്തെ ഒരു ഹോട്ടലുണ്ട്, അതാണ്. അല്ലാതെ നമുക്ക് ഇടയ്ക്കൊന്ന് നിർത്തണം, ഒന്ന് മുള്ളണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കൊമ്പോട്ട് ഇങ്ങനെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഉണ്ടോ വേലി കേട്ടോ? ഈ വേലിക്കുള്ളിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അതിനകത്ത് മാത്രമേ നമുക്ക് മുള്ളാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഒരു ടോയ്ലറ്റ്, വളരെ രസകരമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ടോയ്ലറ്റിൻ്റെ പുറത്തുനിന്നുള്ള ലുക്ക് ഇങ്ങനെയാണ്, അടിപൊളിയാണ്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടാണ് നമുക്ക് ടോയ്ലറ്റ് തോന്നുന്നത്. ഇതുണ്ടോ, ഇതാണ് ടോയ്ലറ്റിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഉണ്ടോ, ടോയ്ലറ്റിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമുക്കെന്നുള്ള ഒരു ക്ലോസറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ. ക്ലോസറ്റ് മാത്രം വെച്ചിട്ടുണ്ട്. ആ ക്ലോസറ്റ് വെച്ചിരിക്കുന്ന രീതിയൊക്കെ കേട്ടോ. ഒരു താഴെ ഒരു കോൺക്രീറ്റ്, അതിൽ ക്ലോസറ്റ്. ഇത് പൈപ്പ് കണക്ഷനോ വെള്ളമോ ആ വക പരിപാടികളൊന്നുമില്ല. ഇവിടെ കുടിക്കാൻ പോലും വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം നേരെ വരിക, ഇരിക്കുക, കാര്യം സാധിക്കുക. ഇതൊരു വലിയ കുഴിയാണ് താഴോട്ട്. എല്ലാം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ അതിന് തിരിച്ചെടുക്കത്തില്ല. വലിയ കുഴിയാണ്. ആ കുഴിക്കകത്തോട്ട് നേരെ പോകുന്നു. പിന്നെ കാറ്റും ഇങ്ങനെ അത്യാവശ്യം നല്ലപോലെ വെന്റിലേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ മണവും കാര്യങ്ങളും ഒന്നുമില്ല. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. മണമൊന്നുമില്ല. നേരെ വന്ന് അപ്പിടുക. അപ്പിട്ടിട്ട് പേപ്പർ വെച്ചിരിക്കുന്നുണ്ടോ, അപ്പിട്ടിട്ട് എഴുന്നേറ്റ് നടന്ന് ഇവിടെ വരിക. അല്ലെങ്കിൽ അപ്പിടുന്നതിന് മുമ്പ് തന്നെ ആവശ്യത്തിനുള്ള പേപ്പർ കയ്യിലെടുത്തുകൊണ്ട് പോവുക. എന്നിട്ട് തുടയ്ക്കുന്ന ആ പേപ്പറും കൂടെ അതിനകത്തോട്ടങ്ങ് ഇട്ടേക്കുക. ഉണ്ടോ, ഇതാണ് ടോയ്ലറ്റ്. എങ്ങനെയുണ്ട്? ഇതിനകത്ത് വന്നിരുന്ന് ഒന്ന് സാധിക്കാൻ തോന്നുന്നുണ്ടോ? ടോയ്ലറ്റ് ഉണ്ടോ? ഭക്ഷണമായ ബേൺഡ് മൗണ്ടെയിനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇത് എവിടെ എന്തോ തീ കൂട്ടിയിട്ട് കത്തിച്ച് കണക്കുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ മണ്ണിൻ്റെ നിറമാണ് ഇത്. കണ്ടോ, കല്ലുകൾ മുഴുവൻ ഇങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം മേളിലത്തെ ഒരു ലെയർ മാത്രമല്ല, ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നൊന്നുമല്ല. ഇതിങ്ങനെ താഴോട്ട് ചെന്നാൽ എത്ര കുഴിച്ചെടുത്തെന്ന് പറഞ്ഞാലും ഉണ്ടോ, ഇതേ നിറം തന്നെയാണ് ഇവിടുത്തെ മണ്ണിന്. ഇതുണ്ടോ, ഇങ്ങനെ വന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ചിറക് താഴോട്ട് പോകുന്നത്. എന്നാൽ ഇതിന് തൊട്ടടുത്ത സ്ഥലങ്ങൾ കണ്ടോ, അടുത്തൊരു മലയുടെ മണ്ണ് കണ്ടോ, ആ മണ്ണിൻ്റെ നിറവും ഈ മണ്ണിൻ്റെ നിറവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് ബേൺഡ് മൗണ്ടെയിൻ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മണ്ണിന് ഇത് ഭയങ്കര പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഇവിടെ കയറരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ കയറാറുണ്ട്. അതായത് ചില സ്ഥലങ്ങൾ ഭയങ്കര ഫ്രജൈലാണ്. നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടും, ചിലപ്പോൾ അകം പൊള്ളയായിരിക്കും, ചിലപ്പോൾ താഴോട്ട് പോകാനായിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇതിനെക്കാട്ടി ഉയരം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആളുകളൊക്കെ കയറിയാണ് ഇത് പോയി എന്നാണ് പറയുന്നത്. അവിടെ ഒരു ബോർഡൊക്കെ ഞാൻ കണ്ടായിരുന്നു വരുന്ന വഴിക്ക്. ഇത് കുറച്ചപ്പുറം മാറിയല്ല, അത് കാരണം ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ആ മലയുടെ ഞാൻ ഏറ്റവും മേളിൽ കയറി നിൽക്കുന്നതാണ്. ഇത് കണ്ടോ, ഈ കല്ലുകളൊക്കെ കണ്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും കല്ലാണ്, അല്ലാതെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ചതിൻ്റെ ഒന്നുമല്ല. ഇതെല്ലാം കല്ലുകളാണ്. ഇത് കണ്ടോ, അതിൻ്റെ മറ്റൊരു വശമാണിത്. ഇത് കണ്ടോ, അടുത്ത മലയുടെ നിറം കണ്ടോ. പക്ഷേ ഈ മലയുടെ കണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇടുങ്ങി താഴോട്ട് വീണാന്നൊക്കെയാണ് അവിടെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, സ്ഥലങ്ങൾ വ്യത്യാസം കണ്ടോ. നമീബിയൻ വശ്യതയുടെ മറ്റൊരു മുഖമാണിത്. ജീവിതത്തിൽ ഒരിക്കലും ആഫ്രിക്ക സന്ദർശിക്കണമെന്ന് നമ്മളോട് പറയാതെ പറയുന്ന ചില അത്ഭുതങ്ങൾ.